എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഗോൾസും എല്ലാം ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ അതിലൊന്നും എത്താൻ കഴിയുന്നില്ല. നമുക്ക് ഒരുപാട് ചിന്തകളുണ്ട്, ഇന്ന സ്ഥലത്ത് എത്തണം എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാരണമാണ് ഇമാജിനേഷൻ. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ആ ഘട്ടത്തിലെത്തി അങ്ങ് വിജയിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഫീലിംഗ് ആണ് നമ്മളത് ഇമാജിൻ ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ എത്തി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് നമ്മുടെ ബ്രെയിനിന് കിട്ടുകയാണ്. ഇപ്പോൾ ബ്രെയിനിന് ഈ ഇമാജിനേഷനും റിയാലിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കും ഓൾറെഡി നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന്. ആ സമയത്ത് ശരിക്കും ആ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടതായ ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ്, ഡോപ്പമൈൻ ഒക്കെ നമുക്ക് ആ സമയത്ത് റിലീസ് ആവും. പിന്നെ നമുക്ക് ആ കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടില്ല. കാരണം നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് നമ്മൾ ഓൾറെഡി അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. നമ്മളൊരു കാര്യം നടക്കുന്നതിന് മുമ്പ് അത് നടന്നതായിട്ട് ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മളൊരു റോങ് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെയിൻ അത് മനസ്സിലാക്കുന്നത് നമ്മളത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ സ്ഥാനത്ത് എത്തിയതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ അതിനു വേണ്ടിയുള്ള പ്രോസസ്സിനെ കുറിച്ച് ചിന്തിക്കണം. അവിടെ എത്താൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രെയിനിന് മനസ്സിലാവും നമ്മളവിടെ എത്തിയിട്ടില്ല, എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളത്. പിന്നെയുള്ളൊരു കാരണമാണ് ഓവർ തിങ്കിങ്. നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ശരീരത്തിന് കൂടുതൽ അധ്വാനം കൊടുക്കുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജി ഡ്രെയിൻ ആവുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഒരുപാട് ക്ഷീണിതരായിട്ട് അനുഭവപ്പെടില്ലേ? അതിനേക്കാളും ഒക്കെ ക്ഷീണം നമുക്ക് അനുഭവപ്പെടുക നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുമ്പോഴാണ്. ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് അളന്നു മുറിച്ച് ചിന്തിക്കുകയാണ്, എങ്ങാനും ഇത് ഫെയിലായി കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ആളുകളുടെ മുഖത്ത് നോക്കും, എങ്ങനെ അവരുടെ ക്രിറ്റിസിസത്തിനെ കളിയാക്കലുകളെയൊക്കെ നമ്മൾ എങ്ങനെ നേരിടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അതെങ്ങാൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എങ്ങാനും പരാജയപ്പെട്ടാൽ എന്താവും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഡേഞ്ചർ വരാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ കാര്യം നടക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അയ്യോ അതിന് പറ്റിയിട്ടുള്ള സമയമായിട്ടില്ല, അതിനുള്ള ക്യാഷ് എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ അതിനുള്ള ആളുകൾ എനിക്ക് ആയിട്ടില്ല, അതിനുള്ള ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അതിനെ ഒഴിവാക്കാൻ നമ്മൾ ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതിരിക്കാനൊരു കാരണമാകും. എപ്പോഴും കംഫർട്ട് സോൺ ആണ് ബ്രെയിനിന് ഇഷ്ടം, അൺഫെമിലിയറായ കാര്യങ്ങൾ ഇഷ്ടമല്ല. അപ്പോൾ എന്നും നേരം വൈകി എഴുന്നേൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നാളെ തൊട്ട് ഞാൻ നേരത്തെ എഴുന്നേൽക്കും പറഞ്ഞിട്ട് സാധാരണ എണീക്കുന്നതിനേക്കാൾ 3-4 മണിക്കൂർ മുമ്പേ എഴുന്നേൽക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിന് ഇഷ്ടാവില്ല. നമ്മളെപ്പോഴും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം അത് ചെയ്യാൻ. ആദ്യം കുറച്ച് 15 മിനിറ്റോ അരമണിക്കൂറോ നേരത്തെ എഴുന്നേറ്റിട്ട് പിന്നെ അടുത്ത ദിവസം അതിനേക്കാൾ നേരത്തെ എഴുന്നേറ്റിട്ട് അങ്ങനെ നമ്മൾ ബ്രെയിനിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് എനിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. നിങ്ങളിപ്പോൾ ഉള്ള നിങ്ങളും നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളും തമ്മിൽ ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് ഫില്ല് ചെയ്യാനൊന്നും പറ്റില്ല. അത് പതുക്കെ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള ദൂരങ്ങൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ഉള്ള ദൂരങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട് നോക്കണം. അങ്ങനെ അപ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മളൊരു സിഗ്നൽ കൊടുക്കണം. അത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഫെയിലർ ആയിക്കോട്ടെ, അതിന് ഒരുപാട് തടസ്സങ്ങൾ വന്നോട്ടെ, അത് പെർഫെക്റ്റ് ആവാതിരുന്നോട്ടെ, അതൊന്നും പ്രശ്നമില്ല. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ബ്രെയിനിന് തോന്നും ഓക്കെ ഇത് എന്നെ കൊണ്ട് സാധിക്കും, ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സിഗ്നൽ നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ പതുക്കെ നമ്മൾ ഇപ്പോഴുള്ള നമ്മളും ആവാൻ ആഗ്രഹിക്കുന്ന നമ്മളും തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ മാറ്റിയെടുക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇതെല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവില്ല. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം വേറൊരാളായി മാറാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ചെയ്യരുത്. പിന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതിരിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്ഷൻ ട്രാപ്പാണ്. എന്ത് കാര്യവും പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ, യാതൊരു തെറ്റും വരുത്തില്ല, ആരെ കൊണ്ട് മോശം പറയിപ്പിക്കില്ല, തെറ്റാതെ ചെയ്യണം, വളരെ കറക്റ്റായിട്ട് ചെയ്യണം, വിമർശിക്കാനുള്ളൊരു അവസരവും ഞാൻ കൊടുക്കില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അത് എപ്പോഴും നമ്മളെ ചെയ്യാതിരിക്കാനാണ് കൂടുതൽ സാധ്യത ഉണ്ടാവുക. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് അങ്ങനെയൊക്കെ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി പെർഫെക്റ്റ് സന്ദർഭം ഒത്തുവരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഒത്തുവന്നതിന് ശേഷം ഞാനത് തുടങ്ങുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സമയം വരികയോ അങ്ങനെയുള്ള എല്ലാ സന്ദർഭവും ഒരുമിച്ച് വരികയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നോ ആരെങ്കിലും തന്നെ വിമർശിക്കുമെന്നോ അങ്ങനെയുള്ള പേടികൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല.